ലാലേട്ടന്റെ ആദ്യത്തെ ബിഗ് ബോസ് 8ന്റെ പ്രൊമോ വന്നിരിക്കുകയാണ്. ഗംഭീര പ്രൊമോ. എന്താ തീം എന്നറിയാമോ? കൺസെപ്റ്റ്, സീസൺ 8ന്റെ കൺസെപ്റ്റ് പൊളിറ്റിക്സ്, രാഷ്ട്രതന്ത്രം, രാഷ്ട്രീയം, ഡെമോക്രസി. എന്താണ് ഡെമോക്രസി, എന്താണ് പൊളിറ്റിക്സ്? ബിഗ് ബോസിൽ രാഷ്ട്രീയം പറയാൻ പാടില്ലല്ലോ, പിന്നെ എന്താ ഈ രാഷ്ട്രീയ കളി? പറഞ്ഞു തരാം മക്കളെ. ഇത് മുൻപ് ഒരു ബിഗ് ബോസിൽ വന്നിട്ടുള്ള തീമാണ്. ശരിക്കും ഇത് മലയാളത്തിൽ വരുവാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ കത്തി നിൽക്കുന്ന സാധനം എന്താണ്? രാഷ്ട്രീയവും രാഷ്ട്രീയ ചർച്ചകളും ഒക്കെയാണല്ലേ. ഇത് കത്തുന്ന സാധനമാണ്. ഇത് 8ന്റെ പണിയല്ല, 88ന്റെ പണിയാണ് ലാലേട്ടൻ കൊടുക്കാൻ പോകുന്നത്. മാത്രമല്ല, ഇത്തവണ ഒരു ഭയങ്കര വലിയ സർപ്രൈസ് വരാൻ പോവാണ്. ബിഗ് ബോസിന്റെ എല്ലാ ഭാഷകളിലെയും സീസൺ തുടങ്ങാൻ പോകുന്നത് ഒരേ ഒരു ദിവസം. അത് ഏത് ദിവസമാ? എന്താ സംഭവം? ഇതൊരു ദീപാവലി തന്നെ ആയിരിക്കും. കാരണം എല്ലാ സീസണും കൂടെ ഒരേ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലാലേട്ടന്റെ പ്രൊമോ വന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് ഡീകോഡ് ചെയ്ത് പറയാനുണ്ട്. പിന്നെ മറ്റു കുറച്ച് അപ്ഡേറ്റുകൾ പറയാനുണ്ട്. എല്ലാം വിശദമായിട്ട് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോ ലാലേട്ടന്റെ പ്രൊമോ വന്നു. കഥ പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ ഒരു ഗംഭീര പ്രൊമോ തന്നെയാണ്. മുൻപ് അഗ്നിപരീക്ഷയുടെ പ്രൊമോ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബിഗ് ബോസ് 8 എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ആദ്യത്തെ ഗംഭീര പ്രൊമോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് റിവീൽ ചെയ്യുമെന്ന് തോന്നുന്നു, ടാഗ് ലൈൻ എന്താണെന്നുള്ളത്. പക്ഷെ റിവീൽ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബറും വളരെ അടുത്ത സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള നിരഞ്ജനാണ് എനിക്ക് പ്രൊമോ അയച്ചു തരുന്നത്. ഒരു 6-10 അടുപ്പിച്ച് ഞാൻ പ്രൊമോ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ പ്രൊമോയുടെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. അത് ജസ്റ്റ് നമുക്കറിയാം, ലാലേട്ടന്റെ മീശയുള്ള താടിയില്ലാത്ത ഇൻട്രോയാണല്ലേ. അപ്പൊ ലാലേട്ടൻ ഗ്രന്ഥാലയത്തിലേക്ക് നേരെ വരികയാണ്. അവിടെ വന്നിട്ട് നമ്മുടെ അർത്ഥശാസ്ത്രം, ചാണക്യന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ബുക്ക് എടുത്താണ് ലാലേട്ടൻ വായിക്കുന്നത്. എന്താണ് അർത്ഥശാസ്ത്രം? അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് പുരാതന ഇന്ത്യയിൽ എഴുതപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അതിനകത്ത് രാഷ്ട്രതന്ത്രങ്ങൾ, സാമ്പത്തിക നയങ്ങൾ, യുദ്ധതന്ത്രങ്ങൾ എന്നിവയെ കുറിച്ചെല്ലാം പറയുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ചാണക്യൻ എഴുതിയിട്ടുള്ള പുസ്തകം. അപ്പൊ ഈ പുസ്തകം ഇത് ബിഗ് ബോസിനെ സൂചിപ്പിക്കുന്നതാണ്, അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് രീതികളൊന്നും ഇല്ല. അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു യുദ്ധം തന്നെയാണ് അല്ലേ. അപ്പൊ ആ യുദ്ധത്തിൽ ജയിക്കാനുള്ള പല മാർഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകം ലാലേട്ടൻ ഒന്ന് എടുത്ത് വർഷങ്ങളായില്ല, ഒന്ന് പൊടി തട്ടി നോക്കുന്നു എന്ന് മാത്രമേ അതിനർത്ഥമാക്കുന്നുള്ളൂ. പക്ഷേ അതിനകത്ത് ആ ബുക്ക് വായിക്കുന്ന ലാലേട്ടൻ കുറച്ച് ഡയലോഗ്സ് പറയുന്നുണ്ട്. എന്താ? പ്രജകളുടെ സന്തോഷമാണ് രാജാവിന്റെ സന്തോഷം, പ്രജകളുടെ സന്തോഷം രാജാവിന്റെ സന്തോഷം. വിച്ച് മീൻസ് എന്താ അതിനർത്ഥം? ഒരു രാജ്യം അല്ലേ, ഒരു രാജ്യം, അതാണ് അതിനർത്ഥം. പ്രജയും രാജാവൊക്കെ ഉള്ള ഒരു രാജ്യത്തായിരിക്കുമല്ലോ അടുത്ത്. അവരുടെ പ്രജകളുടെ ക്ഷാമമാണ് രാജാവിന്റെ, അല്ല, പ്രജകളുടെ ക്ഷേമമാണ് രാജാവിന്റെ ക്ഷേമം. അതും ഒരു രാജ്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത് പ്രജകളുടെ താല്പര്യങ്ങൾക്കാണ് രാജാവ് മുൻഗണന കൊടുക്കേണ്ടത്. അതും ഒരു രാജ്യത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അടുത്ത് പക്ഷേ ഞാനല്ല രാജാവ്, ഐ ആം നോട്ട് ദ കിങ്, ഐ ആം ദ കിങ് മേക്കർ എന്നാണ് ലാലേട്ടൻ പറയുന്നത്. ഈ സംഭവങ്ങൾ ഈ പ്രൊമോക്കകത്ത് ലാലേട്ടൻ പറയുന്ന ഡയലോഗുകളിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാകുന്നത് ഇത്തവണത്തെ ബിഗ് ബോസിന്റെ തീം പൊളിറ്റിക്സ് എന്നാണ്. അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാലേട്ടൻ പറയുന്ന ഈ സംഭവങ്ങളെല്ലാം ഒരു രാജ്യത്തിനെയും ഒരു രാഷ്ട്രീയത്തിനെയും, ഒരു രാജ്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? നമ്മുടെ രാജ്യം, നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ആരാ? നമ്മുടെ മുഖ്യമന്ത്രി ആരാ? പ്രധാനമന്ത്രി ആരാ? അവരാരാ? ഇവർ, അതല്ലേ നമുക്ക് ഓർമ്മ വരുന്നത്? നമ്മുടെ ഗാന്ധിജി ഒക്കെ അല്ലേ. അപ്പൊ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു ക്ലൂ, ഒരു ഹിന്റ് തരാനാണ് ലാലേട്ടൻ ആ പ്രൊമോയിലൂടെ നോക്കിയിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. വിച്ച് മീൻസ് എക്സാക്ട്ലി നമുക്ക് ഉറപ്പിച്ച് പറയാം, ബിഗ് ബോസ് സീസൺ 19 ഹിന്ദിയുടെ തീം ഘർവാലോ കി സർക്കാർ, അതായത് പൊളിറ്റിക്സ് തന്നെയാണ് മലയാളം ബിഗ് ബോസ് സീസൺ 8ന്റെ തീം. ഇതിനെ സൂചിപ്പിക്കുന്ന മറ്റൊരു ബെസ്റ്റ് ക്ലൂ കൂടി നമ്മുടെ ലോഗോക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ ഡെമോക്രാറ്റിയ, വിച്ച് മീൻസ് ഡെമോക്രസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ വെച്ച് നോക്കുമ്പോൾ ലാലേട്ടന്റെ ഡയലോഗുകൾ, അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രതന്ത്രം എന്ന് പറയുന്ന ബുക്ക്, അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ബുക്ക്, പിന്നെ ലാലേട്ടൻ പറയുന്ന സംസാരങ്ങൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ പൊളിറ്റിക്സ് തന്നെയാണ് തീം. ഇനി എന്താണ് പൊളിറ്റിക്സ്? ബിഗ് ബോസിനകത്ത് പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിഗ് ബോസ് 19ലാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന തീം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അത് എക്സാക്ട്ലി അതുപോലെ മലയാളത്തിലോട്ട് അവർ ഈച്ച അടിച്ച് വെക്കൂല, വ്യത്യാസം വരും. ഇനി 19ന്റെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഗർവാലോം കി സർക്കാർ എന്ന് പറയുന്നുണ്ട്. വീട്ടുകാർക്കാണ് കൂടുതൽ അധികാരങ്ങൾ കൊടുത്തിരിക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷം പ്രേക്ഷകരുടെ മനസ്സിലിടം പിടിച്ച ഒരു ബിഗ് ബോസ് ആയിരുന്നു ബിഗ് ബോസ് സീസൺ 19. ഇപ്പൊ കഴിഞ്ഞു പോയ ബിഗ് ബോസ് ആണ്. ഇനി ആ ഒരു ബിഗ് ബോസിൽ വീട്ടുകാർക്ക് കൂടുതൽ അഭിപ്രായങ്ങൾ എടുക്കാനും അവർക്കൊരു ക്യാബിനറ്റ് പോലെ രൂപീകരിക്കാനും അതിനകത്തൊരു പ്രൈം മിനിസ്റ്റർ പോലത്തെ സംഭവങ്ങളൊക്കെ രൂപീകരിക്കാനുള്ള പരിപാടീസ് ഒക്കെ ഉണ്ടായിരുന്നു. കൂടുതലും അവർക്ക് തന്നെയായിരുന്നു അവരുടെ ഇടയിലെ ഓരോരോ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനും ഓരോരോ കാര്യങ്ങൾ ചെയ്യാനും അവരിലേക്ക് പവർ വിട്ടുകൊടുത്തു. അതായത് ഒരു പാർലമെന്റ് രീതിയിലുള്ള ഒരു ബിഗ് ബോസ് ആയിരുന്നു. പാർലമെന്റ് രീതിയിലുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആ ഒരു ബിഗ് ബോസിനകത്ത് അവര് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത് ഈ സീസൺ 19. അങ്ങനെ ഒരുപാട് ഫേവറേറ്റിസം ഉണ്ടെന്ന് ആൾക്കാർ പറയാത്ത ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ 19. ഇപ്പൊ എല്ലാ സീസൺ കാണുമ്പോഴും ആൾക്കാർ അയ്യോ ബിഗ് ബോസ് ഫേവറേറ്റിസം എന്ന് പറയുമായിരുന്നു. പക്ഷെ സീസൺ 19 കണ്ടിട്ട് ആരും അങ്ങനെ പറഞ്ഞിരുന്നില്ല. മത്സരാർത്ഥികൾക്ക് കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം നൽകുന്ന ഒരു പാർലമെന്റ് മാതൃകയിലുള്ള ഒരു സജ്ജീകരണമായിരുന്നു. അതായത് അവർക്ക് സ്വന്തമായ സർക്കാർ രൂപീകരിക്കാനും അസംബ്ലി ചർച്ചകൾ നടത്താനും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും സാധിക്കുമായിരുന്നു. ഈ ടീമിന്റെ പ്രധാന ആശയം മത്സരാർത്ഥികളെ ഒരു ഭരണകൂടം പോലെ പ്രവർത്തിപ്പിക്കുക എന്നതായിരുന്നു. അവർക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും വീട്ടുഭരണങ്ങളിലെ പ്രധാന കാര്യങ്ങൾ നിയന്ത്രിക്കാനും ഈ കൺസെപ്റ്റിലൂടെ അവസരം ലഭിച്ചു. ജനാധിപത്യപരമായ ഒരു സമീപനം കൊണ്ടുവരിക എന്നതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷെ ഇതൊന്നും നടക്കാൻ പോണില്ല. കാരണം നമുക്കറിയാം ടീം ഒരു വശത്തിരിക്കും, ഇതൊന്നും കണ്ടസ്റ്റൻസ് കേൾക്കാനും പോകുന്നില്ലെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. അതാണ് പച്ചയായ വാസ്തവം. ഇനി ഇതാണ് ഇന്നത്തെ പ്രൊമോയും അതിന്റെ ഡീകോഡിങ്ങും പരിപാടീസും ഒക്കെ. ഇനി നമ്മുടെ ബിഗ് ബോസിന്റെ എല്ലാ ഭാഷകളും നിലവിൽ അറിയാൻ കഴിയുന്നത് സെപ്റ്റംബർ 6-ാം തീയതി എല്ലാ ഭാഷകളിലെയും ഗ്രാൻഡ് ലോഞ്ച് എന്നാണ്. വലിയ വലിയ ചാനലുകളെല്ലാം തന്നെ ഇത് ബസ്സായിരുന്നു ഒരു 2 ആഴ്ച കൊണ്ട് കേൾക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് ഏതാണ്ട് കൺഫേംഡ് ആയി. കാരണം മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള പേജുകൾ, ഹിന്ദിയിലെ പേജുകളെല്ലാം തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ അവസാനമായിട്ട് തീരുന്ന ബിഗ് ബോസ് മറാത്തിയാണ്. ബിഗ് ബോസ് മറാത്തി ഇപ്പം ഈ കഴിഞ്ഞ ഏപ്രിലിൽ തീർന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തായാലും അത് തുടങ്ങാൻ പറ്റില്ലല്ലോ, അത് തുടങ്ങാൻ പറ്റില്ല. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ബിഗ് ബോസ് മലയാളം, ബിഗ് ബോസ് തമിഴ്, ബിഗ് ബോസ് തെലുഗു, ബിഗ് ബോസ് കന്നഡ, ബിഗ് ബോസ് ഹിന്ദി, വർഷങ്ങളായി നിർത്തിവെച്ചിരിക്കുന്ന ബിഗ് ബോസ് ബംഗ്ല അത് വീണ്ടും തിരിച്ചു വരുവാണ്. അതിന്റെ 3ാമത്തെ സീസണുമായിട്ട് സൗരവ് ഗാംഗുലി ആണെന്ന് തോന്നുന്നു എന്റെ ആങ്കർ, കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പം ഈ 6 ബിഗ് ബോസുകളും എന്ത് ചെയ്യാൻ പോവാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 6-ാം തീയതിയാണ്. ഇന്ത്യാസ് ബിഗ് റിയാലിറ്റി ഷോ ബിഗ് ബോസ് ഒരേ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എല്ലാ ഭാഷകളിലും. എന്റെ പൊന്നു മക്കളെ, ദീപാവലി പൂരമായിരിക്കും. കാരണം ഇത്തവണ മലയാളം ബിഗ് ബോസ് അല്ലാതെ ഒരു ബിഗ് ബോസും കാണാൻ നമുക്ക് നേരം കിട്ടൂല. കാരണം മറ്റത് കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇച്ചിരി എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ പറ്റത്തില്ല. കാരണം ഈ സെപ്റ്റംബർ 6-ാം തീയതി നമ്മൾ മലയാളം ഗ്രാൻഡ് ലോഞ്ച് കാണോ, ഹിന്ദി കാണുമോ, അതോ തമിഴ് കാണുമോ, തെലുങ്ക് കാണുമോ, കന്നഡ കാണുമോ? അപ്പൊ അതുകൊണ്ട് ഒരു പൂരം തന്നെയായിരിക്കും സെപ്റ്റംബർ 6-ാം തീയതി നടക്കാൻ പോകുന്നത്. ഇതിനകത്ത് തന്നെ തെലുങ്കുല ഇനി പരീക്ഷയുണ്ട്. പിന്നെ തമിഴിൽ ഇനി എന്തെങ്കിലും കോമൺ മാൻ കോൺടെസ്റ്റ് പോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടെ. അപ്പോൾ ഓരോ ഭാഷകളിലും ബിഗ് ബോസ്, നമ്മുടെ മറാത്തി ബിഗ് ബോസ് ഒഴിച്ച് ബാക്കി 6 ബിഗ് ബോസുകളും വരാൻ പോകുന്നത് സെപ്റ്റംബർ 6-ാം തീയതി തന്നെയാണ്. അതിൽ മാറ്റം ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാമെന്നത്. ഇനി നിങ്ങൾ ഹിന്ദിയിൽ ലോക്കപ്പ് കാണുന്ന എത്ര പേരുണ്ട്? നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. കാരണം കുറേ പേരെടുത്ത് ലോക്കപ്പിന്റെ വീഡിയോ ഇടോ, ലോക്കപ്പിനെ കുറിച്ച് അപ്ഡേറ്റ് ഞാൻ കാണുന്നുണ്ട്. മൊത്തം എപ്പിസോഡ് കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കുറച്ച് എപ്പിസോഡേ കണ്ടിട്ടുള്ളൂ. സച്ച് ആൻ എന്റർടൈനിങ് ഷോ അല്ലേ? ബിഗ് ബോസ് ഒക്കെ മാറി നിൽക്കും. ഏക്ത കപൂറിന് അറിയാം എങ്ങനെയാണ് ആ ഷോ ചെയ്യേണ്ടതെന്ന്. പിന്നെ നിങ്ങളിൽ എത്ര പേര് നമ്മുടെ ഹോട്ട്സ്റ്റാറിലെ സെക്കൻഡ് ലവ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ കാണുന്നുണ്ട്? മലയാളത്തിലുണ്ട് ആ റിയാലിറ്റി ഷോ സെക്കൻഡ് ലവ്. അതായത് പണ്ട് നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയിൽ വന്നിട്ടുണ്ടായിരുന്നു ആര്യക്ക് പരണയം എന്ന് പറഞ്ഞിട്ട്, തമിഴിലെ എങ്ക വീട്ടു മാപ്പിളയുടെ ഡബ്ബിങ്. അതുപോലത്തെ നമ്മുടെ പ്രണയത്തിനെ കണ്ടെത്താൻ, നമ്മുടെ ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള റിയാലിറ്റി ഷോ. അവസാനം കോൺട്രവേഴ്സിയുടെ പൂരമായിരിക്കും. അത് വീണ്ടും അതിന്റെ വേറൊരു വർഷം വന്നിട്ടുണ്ട്. അതിന്റെ റിവ്യൂ നിങ്ങൾക്ക് വേണോ? നമ്മുടെ രമ്യാകൃഷ്ണനാണ് അതിന്റെ ഹോസ്റ്റ്. അതിന്റെ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. ലോക്കപ്പിനെ കുറിച്ചും ഈ പറയുന്ന സെക്കൻഡ് ലവിനെ കുറിച്ച് നിങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. എന്തായാലും ലാലേട്ട പ്രൊമോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിഗ് ബോസ് ഹിന്ദിയുടെ ലോഗോ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടായിരുന്നോ ലോഗോ? കുഴപ്പമില്ലാതെ നല്ല രസമുണ്ട്. പക്ഷെ നമ്മുടെ കൃഷ്ണമണി മിസ്സിംഗ് ആണല്ലേ. ശരിക്കും 2 ഡീക്കേഡ്സ് കഴിഞ്ഞു, 2 ദശാബ്ദങ്ങൾ കഴിഞ്ഞു നമ്മുടെ ബിഗ് ബോസ് എന്താ പറയാ തുടങ്ങിയിട്ട്. 20ാമത്തെ സീസൺ 2007 എന്തോ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 1 ഹിന്ദി. ഇപ്പൊ 7 സീസൺ കഴിഞ്ഞു, അല്ല 20 സീസൺ, 20ാമത്തെ സീസൺ ആണ്. സോ അതെന്തായാലും മിസ്സാക്കാതെ കാണണം എന്നുണ്ടായിരുന്നു. നടക്കൂല, മലയാളം ബിഗ് ബോസ് ഉള്ളത് കൊണ്ട് നടക്കത്തില്ല.
അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.